ചേരിചേരാ നയവും റഷ്യൻ സൗഹൃദവും പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് അമേരിക്കൻ സഖ്യകക്ഷിയാകാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ് മോദി. ഈ ഘട്ടത്തിൽ വ്യാപകമായി ഉയർന്ന ഒരു വിമർശനമാണ് അമേരിക്ക ഒരിക്കലും ഒരു വിശ്വാസയോഗ്യമായ പങ്കാളിയല്ല എന്നുള്ളത്. അമേരിക്കയെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നതിനുള്ള ഒരു പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയയിൽ സംഭവിച്ചിരിക്കുന്നത്. ദക്ഷിണ കൊറിയയിൽ വിന്യസിച്ചിരുന്ന ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് അഥവാ താഡ് മിസൈൽ പ്രതിരോധ സംവിധാനം പെട്ടെന്നൊരു ദിവസം അമേരിക്ക പിൻവലിച്ച് ഇറാനിലെ യുദ്ധമുഖത്തേക്ക് മാറ്റുകയാണ്. അമേരിക്കൻ വിദേശ നയം എത്രത്തോളം സ്വാർത്ഥമാണെന്നും തങ്ങളുടെ തന്ത്രപരമായ ആവശ്യങ്ങൾക്കായി സഖ്യകക്ഷികളുടെ സുരക്ഷയെപ്പോലും അവർ ഏത് നിമിഷവും പണയപ്പെടുത്തുമെന്നും തെളിയിക്കുന്ന ഒരു കൃത്യമായ ഉദാഹരണമാണിത്. ഏതാണ്ട് 10 വർഷം മുമ്പ് ഉത്തര കൊറിയയുടെ ആണവ ഭീഷണി തടയാനെന്ന പേരിലാണ് അമേരിക്ക ഈ മിസൈൽ പ്രതിരോധ സംവിധാനം അവിടെ സ്ഥാപിച്ചത്. എന്നാൽ അമേരിക്കൻ ബന്ധത്തിന്റെ പേരിൽ വലിയ ത്യാഗങ്ങളാണ് ദക്ഷിണ കൊറിയ സഹിച്ചത്. സാമ്പത്തികവും നയതന്ത്രപരവുമായ ആ ത്യാഗങ്ങളാണ് ഇപ്പോൾ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് മുന്നിൽ വെറും തമാശയായി മാറിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ എണ്ണപ്പാടങ്ങളും അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ അസറ്റുകളും ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ വലിയ മിസൈൽ ആക്രമണങ്ങളാണ് തുടരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ദക്ഷിണ കൊറിയയുടെ സുരക്ഷയേക്കാൾ അമേരിക്കയ്ക്ക് പ്രധാനം മിഡിൽ ഈസ്റ്റിലെ താൽപര്യങ്ങളാണ്. മുമ്പ് ദക്ഷിണ കൊറിയ ഈ താഡ് വിന്യസിക്കാനുള്ള അമേരിക്കയുടെ ആവശ്യം അംഗീകരിച്ചപ്പോൾ തന്നെ തങ്ങളുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിരുന്ന ചൈന ഇതിനോട് കടുത്ത രീതിയിൽ പ്രതികരിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. എന്നിട്ടും അമേരിക്കയുമായുള്ള സൈനിക സഖ്യം മുൻനിർത്തി ദക്ഷിണ കൊറിയ ആ ഒരു വലിയ റിസ്ക് ഏറ്റെടുത്തു. എന്നാൽ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായ സാമ്പത്തിക പ്രഹരം സങ്കല്പിച്ചതിലും വലുതായിരുന്നു. ദക്ഷിണ കൊറിയയുടെ വിനോദസഞ്ചാര മേഖല തകർന്നു. ലോകപ്രശസ്തമായ K-pop സംസ്കാരത്തിന് ചൈനയിൽ അപ്രഖ്യാപിത വിലക്ക് നേരിട്ടു. ഹ്യൂണ്ടായി, കിയ തുടങ്ങിയ വമ്പൻ കമ്പനികൾക്ക് ചൈനയിലെ തങ്ങളുടെ പ്ലാന്റുകൾ പൂട്ടേണ്ടി വന്നു. സ്വന്തം സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ചൈനയെ പിണക്കിക്കൊണ്ട് ദക്ഷിണ കൊറിയ അമേരിക്കയെ പിന്തുണച്ചു കൂടെ നിന്നു. ഭാവിയിൽ എപ്പോഴെങ്കിലും ഉണ്ടാകാവുന്ന സുരക്ഷാ ഭീഷണികളിൽ അമേരിക്ക കൂടെ ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസമായിരുന്നു ദക്ഷിണ കൊറിയക്കുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാനിലെ സംഘർഷം മുറുകിയപ്പോൾ കൂടെ നിന്ന് ദക്ഷിണ കൊറിയയുടെ സുരക്ഷയേക്കാൾ സ്വന്തം തന്ത്രപരമായ നേട്ടങ്ങൾക്കാണ് മുൻഗണനയെന്ന് അമേരിക്ക പ്രവൃത്തിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. അമേരിക്ക ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത പങ്കാളിയാണെന്നതിനുള്ള വ്യക്തമായ തെളിവാണിത്. ഇതിന് അമേരിക്ക നൽകുന്ന വിശദീകരണവും ഏകപക്ഷീയമായതാണ്. തങ്ങളുടെ ആഗോള സൈനിക വിന്യാസത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നും നിലവിലെ ആഗോള സാഹചര്യം അനുസരിച്ച് കൂടുതൽ ഭീഷണിയുള്ള മേഖലയിലേക്ക് പ്രതിരോധ സംവിധാനങ്ങൾ മാറ്റുക എന്നത് തന്ത്രപരമായ അനിവാര്യതയാണെന്നുമാണ് പെന്റഗൺ പറയുന്നത്. ദക്ഷിണ കൊറിയയുടെ സുരക്ഷാ ആശങ്കകളെ മുഖവിലക്കെടുക്കാതെ ഇറാൻ മേഖലയിലെ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഈ നീക്കമെന്ന് അമേരിക്ക പറയാതെ പറഞ്ഞു. ഇത് ദക്ഷിണ കൊറിയൻ ഭരണകൂടത്തെയോ ജനങ്ങളെയോ തൃപ്തിപ്പെടുത്തുന്ന ഒരു വിശദീകരണമല്ല. ഏകപക്ഷീയമായ അമേരിക്കൻ തീരുമാനം വലിയ ആശങ്കയാണ് ദക്ഷിണ കൊറിയയിൽ ഉയർത്തിയിരിക്കുന്നത്. അമേരിക്കൻ നീക്കം ദക്ഷിണ കൊറിയയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ ഈ അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനം വിന്യസിക്കുന്ന ഘട്ടത്തിൽ ഇതിനെതിരെ സിയോങ്ജുവിലെ സാധാരണ ജനങ്ങൾ ശക്തമായ സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്തിയിരുന്നു. ഇവയെ ദക്ഷിണ കൊറിയൻ സർക്കാർ പല്ലും നഖവും ഉപയോഗിച്ച് അടിച്ചമർത്തിയത് ദേശീയ സുരക്ഷയുടെ പേര് പറഞ്ഞായിരുന്നു. സ്വന്തം ജനങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ സഖ്യകക്ഷിയോടുള്ള പ്രതിബദ്ധതയ്ക്കാണ് അന്നത്തെ ഭരണകൂടം വലിയ വില നൽകിയത്. എന്നാൽ അതേ ആയുധങ്ങൾ ഇപ്പോൾ അപ്രതീക്ഷിതമായി അമേരിക്ക പിൻവലിച്ചതോടെ അന്ന് പ്രതിഷേധിച്ച നാട്ടുകാർ ഉയർത്തിയ സുരക്ഷാ ആശങ്കകൾ ശരിയായിരുന്നുവെന്നും സർക്കാർ അവരെ ചതിക്കുകയായിരുന്നുവെന്നുമുള്ള വികാരം ജനങ്ങൾക്കിടയിൽ പടരുകയാണ്. അമേരിക്കയുടെ ആവശ്യങ്ങൾ വരുമ്പോൾ ആയുധങ്ങൾ സ്ഥാപിക്കാനും അവർക്ക് മറ്റെവിടെയെങ്കിലും ആവശ്യം വരുമ്പോൾ ഇവരുടെ അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ അവ എടുത്തു മാറ്റാനുമുള്ള ഒരു വെറും സൈനിക താവളം മാത്രമായി ദക്ഷിണ കൊറിയ മാറിയിരിക്കുന്നു. ദക്ഷിണ കൊറിയയുടെ ഒരു തരത്തിലുള്ള ആശങ്കകളും അമേരിക്ക പരിഗണിക്കുന്നതേയില്ല. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് ഈ നീക്കം രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ ബാധിക്കില്ലെന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥ സാഹചര്യം അതീവ ഗുരുതരമാണ്. ദക്ഷിണ കൊറിയയുടെ വ്യോമ പ്രതിരോധത്തിന്റെ നട്ടെല്ലായിരുന്ന താഡ് സംവിധാനത്തോടൊപ്പം പ്രധാനപ്പെട്ട പാട്രിയറ്റ് മിസൈലുകളും അമേരിക്ക പിൻവലിച്ചിട്ടുണ്ട്. ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ഭീഷണി മുമ്പത്തേക്കാൾ ശക്തമായി നിലനിൽക്കെ പ്രതിരോധ കവചത്തിലുണ്ടായിരിക്കുന്ന ഈ വലിയ വിള്ളലുകൾ രാജ്യത്തെ കൂടുതൽ ദുർബലമാക്കുമെന്ന ആശങ്ക ഗവൺമെന്റിനുണ്ട്. അമേരിക്കൻ സൈനിക ആവശ്യങ്ങൾക്കായി ആയുധങ്ങൾ കൊണ്ടുപോകുന്നതിൽ നിന്ന് അവരെ തടയാനാവില്ല എന്ന ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ വാക്കുകൾ ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ നിസ്സഹായ അവസ്ഥയെയാണ് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നത്. ഏഷ്യൻ മേഖലയിലെ സമാധാനത്തെക്കാൾ മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കാനാണ് ഇപ്പോൾ അമേരിക്ക ആഗ്രഹിക്കുന്നത്. സഖ്യകക്ഷികൾ ഏത് വലിയ പ്രതിസന്ധിയിലായാലും തങ്ങളുടെ ഗ്ലോബൽ അജണ്ട നടപ്പിലാക്കാൻ അമേരിക്ക മടിക്കില്ല എന്ന പാഠമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. അമേരിക്കൻ വിദേശ നയം എപ്പോഴും അമേരിക്ക ഫസ്റ്റ് എന്ന തത്വത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഇത് സഖ്യകക്ഷികൾക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് ചെറിയൊരു കോട്ടം തട്ടുന്ന നിമിഷം ഏത് വലിയ ഉടമ്പടിയും അവർ ലംഘിച്ചേക്കാം. പണ്ട് കുർദുകളുടെ കാര്യത്തിലും പിന്നീട് അഫ്ഗാനിസ്ഥാനിലും കണ്ട അതേ തന്ത്രമാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയയിലും ആവർത്തിക്കുന്നത്. ദക്ഷിണ കൊറിയയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നയതന്ത്ര പരാജയം കൂടിയാണ്. ചൈനയുമായുള്ള ബന്ധം വഷളാക്കി സമ്പദ് വ്യവസ്ഥയെ തകർത്തതിന് പകരമായി ലഭിച്ച സുരക്ഷാ വാഗ്ദാനം ഇപ്പോൾ വെറും പാഴ്വാക്കായി മാറിയിരിക്കുന്നു. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമായ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിന് പകരം അമേരിക്കയെ അന്ധമായി വിശ്വസിച്ചത് ദക്ഷിണ കൊറിയയെ വലിയൊരു കെണിയിലെത്തിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ നീക്കം ഇന്ത്യ അടക്കമുള്ള ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങൾക്കും ഒരു വലിയ മുന്നറിയിപ്പാണ്. ജപ്പാൻ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്കായി അമേരിക്കയെ വലിയ തോതിൽ ആശ്രയിക്കുന്നുണ്ട്. ദക്ഷിണ കൊറിയയിൽ ഉണ്ടായ ഈ മാറ്റം ഈ രാജ്യങ്ങളെയും പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുമെന്നാണ് കരുതുന്നത്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അമേരിക്ക തങ്ങളെ സഹായിക്കുമോ അതോ സ്വന്തം താല്പര്യങ്ങൾക്കായി കൈവിടുമോ എന്ന ചോദ്യം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. അമേരിക്കൻ സൈനിക വിന്യാസം എന്നത് അമേരിക്കയുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണെന്നും അത് സഖ്യകക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയല്ലെന്നും ദക്ഷിണ കൊറിയൻ സംഭവം മറ്റു രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ഇന്ത്യക്കും വലിയ പാഠമാണ്. ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെയുള്ള ഇന്ത്യയുമായുള്ള നീണ്ട വ്യാപാര യുദ്ധത്തിനൊടുവിൽ നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങിയിരുന്നു. അമേരിക്കയുടെ വ്യാപാര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു കരാറിൽ ഇന്ത്യ ഒപ്പിട്ടു. ഇന്ത്യയെ ഒരു സാമന്ത രാജ്യമെന്ന നിലയിൽ റഷ്യൻ എണ്ണയുടെ കാര്യത്തിലടക്കം ട്രംപ് സംസാരിച്ചപ്പോഴും കൃത്യമായി പ്രതികരിക്കാൻ മോദി ഭരണകൂടം തയ്യാറായില്ല. ഇപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് അനുമതി നൽകിയെന്ന പ്രസ്താവനയോട് പോലും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. എന്തായാലും ദക്ഷിണ കൊറിയയിൽ നിന്ന് ഈ ഘട്ടത്തിൽ മോദി ഭരണകൂടത്തിന് വലിയ പാഠങ്ങൾ തന്നെയാണ് പഠിക്കാനുള്ളത്.